അവര് വരുമ്പോൾ ഇവിടുത്തെ ഈ പ്രപഞ്ചം തന്നെ മാറും. കണ്ടോ, പ്രപഞ്ചം തന്നെ മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അവരിവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. Let's welcome the Power Pack team, Moonwalker! Hey! Really grounded. Be lazy, move your body. Don't be lazy, move your body. Hey! Oh! Don't be lazy, move your body. Don't really grounded. Hey! Wow! Be lazy. Don't be lazy. അല്ല എന്താ നടന്നേ? നിങ്ങളാരും ഒന്നും വിചാരിക്കല്ലേ, ഞാൻ കണ്ട നിങ്ങള് കണ്ടിട്ടില്ല. ബാക്കി കൂടെ പോയതല്ലേ? അണ്ണാ ഇവൾക്ക് കേറണം, ഇതിന് ഇടയ്ക്ക് കയറി പറ്റി ഇത് കാണിക്കാനാണ്. ഈ ഒരു സ്റ്റെപ്പേ അറിയൂ. അപ്പൊ അതൊന്ന് കാണിക്കണം. ഇവര് ഇടയ്ക്ക് കയറ്റുന്നില്ല, ഇങ്ങനെ കറങ്ങി ഇവിടെ കയറ്റിയില്ലെങ്കിൽ ഇത് തുറന്ന് ഇപ്പൊ ഇതുവഴി വരേണ്ടി വന്നേ. ഇതിൽ ഒരു സ്റ്റെപ്പ് പോട്ടെ, ഒന്ന് കൈയെങ്കിലും അനക്കാൻ പറ്റുമോ? പക്രുചേട്ടാ പറ്റുമോ? പറ്റില്ല. ആ ഫ്ലോപ്പ്. അത്രേ ഉള്ളൂ. കിടിലം ടീം. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ കാണാൻ സാധിച്ചതിൽ. മൂൺ വാക്കേഴ്സ് ഞാൻ പറഞ്ഞെങ്കിലും AK വിനോദ് സംവിധാനം ചെയ്തിരിക്കുന്ന മൂൺ വാക്ക് എന്ന മൂവിയിലെ താരങ്ങളാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അല്ല, ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. എൻ്റെ പേര് സിബി. ഞാൻ എൻ്റെ ആദ്യത്തെ മൂവിയാണിത്. ഇതിൽ സുര എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യണേ. മനോജിനെ പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ മനോജ് ഓൾറെഡി അമൃതയായിട്ട് ഇതിനു മുമ്പ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ റിയാലിറ്റി ഷോ, എന്റെ സെക്കൻഡ് റിയാലിറ്റി ഷോ അമൃത ടിവിയിലാണ്. അമൃത ടിവിയിലെ സെക്കൻഡ് റണ്ണറപ്പ് ആണ് ഞാൻ. മനോജിന്റെ ഡാൻസ് മാസ്റ്റർ. അത് തന്നെ, ഡൈനയെ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഗതികേടൊക്കെ അല്ലേ? ശരിയായിട്ടില്ല. സോ മനോജിന്റെ ഇതിപ്പോ സെക്കൻഡ് മൂവിയാണ്. ഇതിന്റെ ഞാൻ ആദ്യം അഭിനയിക്കുന്ന മൂവി ഇതാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ മലൈക്കോട്ടെ അഭിനയിക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ? സാറിന്റെ അടിപൊളി, കൊള്ളാം. നെക്സ്റ്റ്. എൻ്റെ പേര് ഋഷി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഈ പടത്തിൽ വരുൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ ഫിലിമാണ്. ഞാൻ ആദ്യം ചെയ്തത് 18-ാം പടി എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലേക്ക് വന്നത്. എന്നാ ഇനി മീനാക്ഷി ഇതിൽ ഗിറ്റാർ വായനയുണ്ടോ? ത്രൂ ഔട്ട് ആണോ? പാട്ടുണ്ടോ? ഈ പടത്തില് ഗിറ്റാർ വായിക്കുന്നില്ല. അടിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന ഒരു കുട്ടിയാണ്. സിനിമയെ കുറിച്ച് ഒന്നും പറയണ്ട, ക്ലൈമാക്സ് മാത്രം പറഞ്ഞാൽ അത് നമുക്ക് പോയി കാണാമല്ലോ. എന്റെ പേര് നൈനിത. മൂൺ വാക്കില് സീന റഷീദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. എന്റെയും ഇത് ഫസ്റ്റ് ആക്ടിങ് എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ. എന്റെ പേര് അനുനാഥ് എന്നാണ്. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. ഇതിൽ ജയ്ക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് പ്രേം ശങ്കർ. ട്രിവാൻഡ്രമാണ് സ്ഥലം. ഈ സിനിമയിൽ സുദീപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ്. എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. എൻ്റെ വീട് ചെന്നൈയിലാണ്. ഞാൻ ഈ സിനിമയിൽ ഷിബു എന്നൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഭീമാപ്പള്ളി ഷിബു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പോ എല്ലാരും സിനിമ കാണണം, തീർച്ചയായും. മനോജെ, ഇത് ഫുള്ള് തിരുവനന്തപുരത്തിന്റെ കഥയല്ലേ പറയണേ? തിരുവനന്തപുരത്ത് നടക്കുന്ന കഥയാണല്ലേ? അതെ, ട്രിവാൻഡ്രം. വേറൊന്നും പറയാം, നമുക്ക് ആ ട്രെയിലർ അങ്ങ് കണ്ടേക്കാം. അതാണല്ലോ. അപ്പൊ പിന്നെ സംശയം ഒന്നും ഉണ്ടാവില്ല. ട്രെയിലർ കാണാം. വരൂ. വരും. മച്ചാ നീളം ഉള്ള ഒരുത്തനല്ലോ അളിയ. നടക്കുന്ന കളിയില്ലടാ. അവന്റെ മുടിയുണ്ടോ ഇങ്ങനൊക്കെ? എന്റെ അമ്മോ. പക്ഷെ അളിയ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തില്ല അവന്മാർ. അത് നമ്മുടെ ഡിക്കിക്ക് അറിയാം. ജെന്നി ടീച്ചറെ അവന് താക്കോൽ എടുത്തോളൂ. അവന് ജെന്നിയാണ്.
വേവടിക്കറിയാമോ? പഠിച്ചിട്ടൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ളിക്ക് കിടക്ക്. പിന്നെ ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ മാസ്റ്റർമാരുന്നില്ലല്ലോ. ബ്രേക്കാ? ഡാൻസിലാ ഡാൻസ്. എന്തേടെ ഷിബു, നിനക്ക് ഇവളോട് പ്രേമോ? നെല്ലിന് പൊടിപ്പിക്കാൻ കൊണ്ട് നിർത്തിയാണ് ഇപ്പൊ പിള്ളേരുടെ തുള്ളാൻ നടക്കണം. ഇത് കോപ്പി. മണ്ട അടിച്ച പിള്ളേയും പഠിക്കണ പിള്ളേരാണ്. എല്ലാവരും മുടിയൊക്കെ വെട്ടി ഡീസന്റ് ആയിട്ട് നടക്കണം. എന്തുവാണിത് ശല്യങ്ങള് ചെവിയും കേട്ടൂടെ നിർത്തിയിട്ട് പോടേ. മുടിയും വളർത്തി കാലിനിടെ ബൈക്ക് കൊടുത്ത് വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പഠിക്കണ പിള്ളേരാണ്. 4 അക്ഷരം പഠിച്ച് രക്ഷപ്പെടട്ടെ. വീട് പ്ലേയുടെ സിറ്റിയിലെ പിള്ളേരുടെ ചാട്ടം മറിയക്കും പോലെ അല്ല നിങ്ങൾ ചെയ്യണം. സ്റ്റേജിൽ നിക്കറ കാണാൻ തന്നെ ചെത്താണ്. നീ അവന്മാരെ ഡാൻസ് ഉണ്ട്, അവന്മാരെ ടൈമിങ്ങും പ്രൊഫഷനും ഒക്കെ ചെയ്യണമെങ്കിൽ അവന്മാരെ പോലെ തന്നെ ചെയ്യണം. ചെയ്യണമെങ്കിൽ അവന്മാരെ പോലെ അല്ല, അതിനപ്പുറം ചെയ്യണം. I can see acid rain. Still, I want to dance. I want to dance dangerously. Presenting moonwalkers. Dancing dangerously. നമ്മൾ മത്സരിക്കാൻ വന്നല്ല, എരിക്കാൻ വന്നളിയാ. അണ്ണാ ഈ പടത്തിന്റെ കഥ പറയുന്ന ആ ഒരു ടൈമിനൊക്കെ ആയിരിക്കും അണ്ണൻ ഡാൻസ് ഒക്കെ ചെയ്തോണ്ടിരുന്നത്. ഡിസ്കോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അണ്ണൻ അല്ല, ഞാനിത് അണ്ണൻ കളിയാക്കാൻ പറഞ്ഞല്ല, സീരിയസ്ലി ആ ഒരു ടൈമിലൊക്കെ അണ്ണൻ ഡിസ്കോ ചെയ്യൂല വിതുരല്ലേ എല്ലായിടത്തും. നമുക്കൊന്ന് കാണാൻ പറ്റുമോ? തങ്കച്ചേട്ടനെ അവര് കളിച്ചെന്നെ അവരുടെ ഇടയിൽ ഒരു മ്യൂസിക് തരുവാണെങ്കിൽ ഞങ്ങളുടെ തങ്കച്ചൻ ചേട്ടൻ മൂൺ വോക്ക് ചെയ്ത് ഇവിടെ കിടിലമാക്കും. കമോൺ. ഇത് കഴിഞ്ഞ ശേഷം പറയാം, ആ പിള്ളേർ നന്നായിട്ട് കളിച്ചേട്ടാ, മുതുക്കാ നിനക്ക് വേറെ ജോലി ഇല്ലടാ എന്നൊക്കെ ചോദിക്കാനുള്ള പരിപാടിയല്ലേ? ഇല്ലില്ല, വാ കമോൺ. ശരിക്കും ഈ പ്രായത്തിലും തങ്കച്ചൻ ചേട്ടൻ ഈ പ്രായത്തിലോ ഞാൻ വേറെന്ത് സഹിക്കേ. 2 സ്റ്റെപ്പ് കളിച്ചാൽ തളരുന്ന ശരീരമൊന്നും അല്ല. 2 ബക്കറ്റ് വെള്ളം ചൂട്ടോ. ഞാൻ വിചാരിച്ച താടിയുടെ ഒരു സൈഡിൽ നരയായിരിക്കും, അല്ല അത് പതയല്ല. അല്ല അവര് പറയട്ടെ. കിടിലായിട്ട് കളിച്ച് കളിച്ചോണ്ടിരുന്നപ്പോഴേ സൈഡിൽ എന്നെക്കാട്ടിലും നന്നായിട്ട് ഡാൻസ്. ആ കൊട്ടം തുക്കാതി തൈലോ ചൂട്ടോ. എല്ലാം അവിടെ ഉണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കരുത്തോടെ നിൽക്കണം. ഗംഭീരം. ഓക്കെ. അതിന്റെ ഇടയില് പിന്നെ ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ. അല്ല, നമുക്ക് അത് ശരിക്കും നമ്മളൊന്ന് എടുത്ത് പറയണം. അതല്ല, നമ്മളത് പറഞ്ഞപ്പോ തന്നെ തങ്കച്ചേട്ടൻ ഇത്രയും നാളായി എന്ന് പറഞ്ഞിട്ട് വന്ന് പെട്ടെന്ന് തന്നെ അത് കളിച്ചല്ലോ. അത് സ്റ്റെപ്പ് എത്ര പെർഫെക്റ്റ് ആണ്. അങ്ങനെ ഇഷ്ടം കൊണ്ട് കളിച്ചല്ല, അല്ലെങ്കിൽ വന്ന് കളിക്കേണ്ടി വരും. നിങ്ങളൊരു കാര്യം പറഞ്ഞേക്കണം, കാറിന്റെ ലോണ്, വീടിന്റെ ലോണ്, എന്തെല്ലാം ലോണുണ്ട്. തങ്കച്ചൻ ചേട്ടൻ എന്ന് പറയുന്നത് ഉള്ളിൽ ഭയങ്കര സ്പിരിറ്റ് ഉള്ള ഒരാളാണ്. ഇപ്പൊ നിർത്തി, കൊള്ളിയാലും സ്പിരിറ്റും പണ്ടത് ഒരു കാര്യം പറഞ്ഞാൽ അപ്പൊ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അത് അപ്രീഷിയേറ്റ്. ആ സ്പിരിറ്റാണ്.